അരുണാചൽ പ്രദേശിൽ 3 മലയാളികളുടെ മരണം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. മരണം നടന്ന മുറിയിൽ അവർ 3 പേരുമേ ഉള്ളുവെങ്കിലും നാലാമതൊരാൾ കർമ്മങ്ങളിൽ എങ്ങനെയെങ്കിലും പങ്കെടുത്തിരിക്കാമെന്നാണ് സംശയം. നവീനും ഭാര്യ ദേവിയും ആര്യയും മറ്റൊരാളാൽ സ്വാധീനിക്കപ്പെട്ട് മരിച്ചതാണെന്നാണ് നിഗമനം. ആത്മഹത്യ ചെയ്ത സംഭവത്തിന് സുപ്രധാന പങ്കുണ്ടെന്ന് കരുതുന്ന നാലാമനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് റിപ്പോർട്ട്. സാത്താൻ സേവയിൽ ഒരിക്കലും കർമ്മി മരിക്കാറില്ല. ആസ്ട്രൽ പ്രൊജക്ഷൻ ആയാൽ പോലും അങ്ങനെ തന്നെ. ഇതിന് സമാനമായ നിരവധി കേസുകളുണ്ട്. അരുണാചലിലേതും അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ കൊലയാണ്. അങ്ങനെയെങ്കിൽ അവിടെയും നാലാമന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇതാണ് പോലീസ് ഇനി അന്വേഷിക്കുക. പോലീസിന് കിട്ടിയ ഡിജിറ്റൽ തെളിവുകളിലെ പരിശോധനകൾ നിർണായകമാകും. ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണ് പോലീസിന് കിട്ടിയത്. സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായി ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നും അന്യഗ്രഹത്തിലെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നതായിരുന്നു സംഭാഷണത്തിലെ പ്രധാന വിഷയം എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇത്തരത്തിൽ നടത്തിയ ചോദ്യോത്തരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആൻഡ്രോമീഡ് ഗാലക്സിയിൽ ജീവിക്കുന്ന മിതി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവിയോട് മൂവരും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് മിതി നൽകുന്ന ഉത്തരങ്ങളുമാണ് പോലീസിന് കിട്ടിയത്. ഈ ഇമെയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിർണായകമാകും. ഇതോടെയാണ് ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ഈ സാങ്കല്പിക അന്യഗ്രഹ ജീവിയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയതെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കൊലപാതകമായി കണക്കാക്കാം. നവീനും ഭാര്യ ദേവിയും 2011 വിവാഹം ചെയ്തത്. അതിനു മുമ്പ് തന്നെ നവീന് ഈ സാത്താൻ ഗ്രൂപ്പുമായി അടുപ്പമുണ്ടെന്നാണ് നിഗമനം. നവീനും ആര്യയും തിരുവനന്തപുരത്തെ പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. മിതി ഒരാൾ മാത്രമാണോ ഒരു സംഘമാണോ എന്ന സംശയമുണ്ട്. ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മൂവരിൽ നിന്നും മിതി പണം തട്ടിയിട്ടുണ്ടോ എന്നും മിതി പറഞ്ഞിട്ടാണോ ഇവർ അരുണാചലിലേക്ക് പോയതെന്നും സംശയിക്കുന്നുണ്ട്. മരണത്തിനു പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം നവീൻ ആയിരിക്കാമെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യത്തിലേക്ക് ദേവിയെയും ആര്യയെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നവീൻ നടത്തിയതെന്നും അതിനുവേണ്ടി വ്യാജ ഐഡികൾ സൃഷ്ടിച്ചതുമാകാമെന്നും ഇദ്ദേഹം പറയുന്നു. അതേസമയം നവീനെ സ്വാധീനിച്ച ഘടകവും വ്യക്തികളും ഉണ്ടാകാമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതുകൊണ്ടാണ് നാലാമൻ സംശയം ശക്തമാകുന്നത്. മിതി ആരെന്ന് കണ്ടെത്തുകയാണ് ഇനി നിർണായകം. എന്നാൽ അതിന് സാങ്കേതികമായി കഴിയുമോ എന്ന സംശയവും പോലീസിനുണ്ട്. മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചും അന്യഗ്രഹത്തിലെ ജീവിതം എങ്ങനെയുള്ളതാണെന്നുമായിരുന്നു മൂവർക്കും കൂടുതൽ അറിയേണ്ടിയിരുന്നത്. ഭൂമിക്ക് ഇനിയും പരിണാമം സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഗ്രഹത്തിൽ നിന്ന് മനുഷ്യനെ മറ്റൊരു ഗ്രഹത്തിലേക്ക് എങ്ങനെയാണ് മാറ്റുക എന്നതിനെക്കുറിച്ച് മിതി ഇവർക്കായി വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട്. ദിനോസറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് മിതി മൂവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഭൂമിയിൽ ഇപ്പോഴുള്ളതിൽ 90% മനുഷ്യരെയും ഇത്തരത്തിൽ 2 അന്യഗ്രഹത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നും മിതി പറയുന്നുണ്ട്. ഉൽക്കകളിൽ കാണുന്ന ആന്റി കാർബൺ ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന സ്പേസ് ഷിപ്പുകൾ ഉപയോഗിച്ചാണ് അന്യഗ്രഹത്തിലേക്ക് പോകുന്നതെന്നും മിതി വിശ്വസിപ്പിച്ചു. ഇത്തരത്തിലുള്ള സ്പേസ് ഷിപ്പുകളുടെ ചിത്രങ്ങൾ മരിച്ച 3 പേരുടെയും ലാപ്ടോപ്പുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് ഇവരെ എത്തിക്കാനാണ് നവീൻ ശ്രമിച്ചതെന്ന് സംശയമുണ്ട്. അത് ശരിയാണെങ്കിൽ നവീനെ ഇത്തരം വിശ്വാസത്തിലേക്ക് എത്തിച്ചവർ ആരാണെന്നതും കണ്ടെത്തേണ്ടതുണ്ട്. 25 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള താരാപഥമാണ് ആൻഡ്രോമീഡ. ക്ഷീരപഥത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്. അതിനാൽ ചന്ദ്രനില്ലാത്ത രാത്രിയിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇതിനെ കാണാൻ സാധിക്കും. 1 ലക്ഷം കോടിയോളം നക്ഷത്രങ്ങൾ ഇതിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 25 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള താരാപഥമാണ് ആൻഡ്രോമീഡ.